ഹായ് ഓൾ, വെൽക്കം ടു ടെർമിയ. ഇന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ എങ്ങനെ പുതിയൊരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഈ ഒരു സോഫ സെറ്റിന് വേണ്ടിയിട്ട് ഒരൊറ്റ ആട്രിബ്യൂട്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കളർ ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞത്. ഇതിനു വേണ്ടി പുതിയൊരു ആട്രിബ്യൂട്ടും കൂടി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിനായി നമ്മൾ ഫസ്റ്റ് ഡാഷ്ബോർഡിലേക്ക് പോവുക. ഇവിടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ പോയിട്ട് ആഡ് പ്രൊഡക്റ്റ് ലിങ്ക് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ കയ്യിൽ ഓൾറെഡി ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ നെയിം നമ്മൾ സെർച്ച് ചെയ്യാം. ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയർ ഡ്രോപ്പ് എന്ന് പറയുന്ന നെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നെയിമും ബാക്കിയുള്ള പ്രൈസ് കാര്യങ്ങളെല്ലാം HSN കോഡ് മുതലായവയെല്ലാം അതിൽ ഓട്ടോ ഫിൽ ചെയ്ത് വരുന്നതാണ്. അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം അതിലേക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനായിട്ട് പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം. ആദ്യത്തെ ഒരു സിംഗിൾ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം മൾട്ടിപ്പിൾ ഇമേജസ് ആയിട്ട് ബാക്കി വരുന്ന ഇമേജസ് എല്ലാം നമുക്ക് മൾട്ടി സെലക്ട് കൊടുക്കാം. ഇതിൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മുടെ നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കേണ്ടത്. ഇവിടെ കളർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമ്മൾ ജസ്റ്റ് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കളർ ജസ്റ്റ് ഒന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കളർ വരുന്നത് ലൈറ്റ് ബേസ് എന്ന് പറയുന്ന കളറാണ്. ഇത് നമുക്ക് HTML കളർ കോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഏകദേശം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കളർ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കളർ നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്ത് നമ്മുടെ കളർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതുവരെ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ തിരിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് റീലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പുതിയതായിട്ട് ഒരു ആട്രിബ്യൂട്ടും കൂടി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറിനനുസരിച്ച് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളറിന് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് മൊത്തമായിട്ട് അവിടെ വരുന്നതാണ്. താങ്ക് യു.